രാത്രിയായാൽ വൈദ്യുതി ഉണ്ടാവില്ല. തുള്ളി വെളിച്ചമില്ലാതെ ഇരുട്ടിലാണ് നേരം പുലരുവോളം. വെടിയൊച്ച പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കും. പേടി കൊണ്ട് ഉറങ്ങിയിട്ട് 4 ദിവസമായി. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി. തമിഴ്നാട്ടുകാരായ വിദ്യാർത്ഥികളൊക്കെ നാളെ മടങ്ങുകയാണെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ നാട്ടിലെത്തിക്കാൻ ആരുമില്ല. ജമ്മു കാശ്മീർ ബാരാമുള കാർഷിക സർവകലാശാലയിലെ MSc വിദ്യാർത്ഥിനിയായ മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഫാത്തിമ ത്വജ സംസാരിക്കുമ്പോൾ തന്നെ ഭയത്തിലാണ്. പാക് അതിർത്തിക്കടുത്തുള്ള ബാരാമുളയിലെ സോപ്പൂരിലാണ് ഫാത്തിമ പഠിക്കുന്ന കാർഷിക സർവകലാശാലയുടെ ഓഫ് ക്യാമ്പസ്. രാത്രിയായാൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കും. പിന്നെ വെള്ളം പോലും കിട്ടില്ല. കുപ്വാരയിലടക്കം ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നു എന്ന് കേൾക്കുന്നു. അത് ഇവിടെ നിന്നും അധികം ദൂരെയുമല്ല. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസം പുലർച്ചെ 3 മണിയോടെ കനത്ത ശബ്ദം കേട്ടിരുന്നു. പിറ്റേ ദിവസമാണ് എന്താണെന്ന് മനസ്സിലായത്. കാശ്മീരികളായ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങി. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണ് ശേഷിക്കുന്നത്. ഫാത്തിമയടക്കം 22 മലയാളികളുണ്ട്. പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ഹോസ്റ്റലിൽ കഴിച്ചുകൂട്ടുകയാണ്. ഭീതിയുള്ള സാഹചര്യത്തിൽ തുടരേണ്ടി വരുന്നതുകൊണ്ട് എല്ലാവരും മാനസികമായി തകർന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ വാക്കുകളിൽ നിസ്സഹായത നിറയുന്നു. ഹോസ്റ്റലാണ് സുരക്ഷിതമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തിയാൽ മതി. ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. വിമാനത്താവളം അടച്ചു. 2 മണിക്കൂറെടുക്കും റെയിൽവേ സ്റ്റേഷനിലെത്താൻ. ട്രെയിൻ സർവീസ് ഉണ്ടോ എന്നും അറിയില്ല. വ്യാഴാഴ്ച രാത്രി മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും പ്രശ്നങ്ങൾ കാണിച്ച് ഇമെയിൽ അയച്ചിരുന്നു. പക്ഷേ ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടുമില്ല. കശ്മീരിന്റെ പല ഭാഗങ്ങളിലായി 100ഓളം വിദ്യാർത്ഥികൾ തന്റെ അറിവിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും NIT ഉൾപ്പെടെ പഠിക്കുന്നവർ വേറെയുമുണ്ടെന്നും ഫാത്തിമ പറയുന്നു.